5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തി. അദ്ദേഹത്തോട് എനിക്കൊരു അഭിപ്രായമില്ല, അദ്ദേഹം പറഞ്ഞതൊക്കെ അങ്ങനെ നിൽക്കട്ടെ. പക്ഷേ സഖാവ് പിണറായി വിജയനോട് ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. സഖാവ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹത്തോട് പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തേ പറ്റൂ. ഈ തെരഞ്ഞെടുപ്പിന്, ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്, ഇനി വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്, ഇനി അടുത്ത വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് എത്ര പ്രാദേശിക തലങ്ങളിലാണ് ജാതി മത വർഗ സംഘടനകളുടെ ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കി വോട്ട് വാങ്ങിയിരിക്കുന്നത്? എത്ര ആളുകളുടെ വോട്ടാണ്? എല്ലാവരും വോട്ട് വേണ്ട എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? വോട്ട് കിട്ടുമെങ്കിൽ വോട്ട് വാങ്ങും. ഇവിടെ പിണറായി വിജയൻ നടത്തിയ ഒരു പത്രസമ്മേളനമുണ്ട്. അത് അദ്ദേഹം വളരെ സാങ്കേതികമായി ഉരുട്ടി കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു RSS ബന്ധമുണ്ട്. എന്താണ് ആ ഒളിഞ്ഞിരിക്കുന്ന RSS ബന്ധമെന്ന് പറയുന്നത്? ഞാനിത് RSSനെ കൊച്ചാക്കി കാണിക്കാനോ പിണറായിയെ കൊച്ചാക്കി കാണിക്കാനോ CPMനെ ചരിത്രത്തിൽ കിടക്കുന്നത് ചരിത്രത്തിൽ കാണും. അത് ആർക്കൈവിൽ കാണും. നമ്മൾ എത്ര ചോറിട്ട് പൊതിയാൻ ശ്രമിച്ചാലും, മത്തങ്ങ കയ്യെത്തി വെച്ചാലും രത്നമായി കാണും, കറുപ്പായി തന്നെ നിൽക്കും, ഗഞ്ചാവായി തന്നെ നിൽക്കും, വിഷമായി തന്നെ നിൽക്കും. എന്തായാലും ചരിത്രത്തിൽ നല്ലതും ചീത്തയായാലും അവിടെ തന്നെ കാണും. 1977 പിണറായി വിജയന്റെ കൂത്തുപറമ്പിലെ തെരഞ്ഞെടുപ്പാണല്ലോ പിണറായി വിജയൻ പറയുന്നത്. 1977 ജനുവരി മാസത്തിലാണ് ജനസംഘമാകുന്നത്. ഇന്ത്യയിലെ 7 പാർട്ടികൾ ചേർന്ന് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി എന്ന് പറഞ്ഞ് മാറുമ്പോൾ 7 പാർട്ടികളാണ് അതിനകത്തുള്ളത്. ആ 7 പാർട്ടികൾ അതിനകത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ആ 6 പാർട്ടിയും, ഇത് ഞാൻ പറയുന്നത് വളരെ കൃത്യമായി എല്ലാവരും ശ്രദ്ധിക്കണം, ഈ വീഡിയോ 6 പാർട്ടിയും നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളാണ്. നോർത്ത് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ മാത്രം പ്രവർത്തിക്കുന്ന 6 പാർട്ടികളാണ് അതിനകത്തുള്ളത്. ആ പാർട്ടികളുടെ പേര് തന്നെ: 1 സോഷ്യലിസ്റ്റ് പാർട്ടി, 2 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് നിജലിംഗപ്പയുടെ നേതൃത്വത്തിൽ മാറിപ്പോയ സംഘടനാ കോൺഗ്രസ്, അത് ഇന്ദിരാഗാന്ധിയുമായിട്ട് പിണങ്ങി ഇന്ദിരാഗാന്ധി ഭരണ കോൺഗ്രസ് എന്നുള്ള നിലയിൽ മാറി സംഘടനാ കോൺഗ്രസ് രണ്ടാമത്തെ പാർട്ടി. അതുപോലെ തന്നെ ജനസംഘം, RSSന് മുൻതൂക്കമുള്ള ഹിന്ദു മഹാസഭ മാറി വന്ന ജനസംഘം, പിന്നെ ഭാരതീയ ലോക്ദൾ പാർട്ടി, പിന്നെ ജനതാ പാരി എന്നൊരു പാർട്ടി, പിന്നെ അങ്ങനെ 7 പാർട്ടികളാണ് ഇതിനകത്ത് വന്നത്. ഇനി ഞാൻ ഒന്നുകൂടി വ്യക്തമായി പറയാം. സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി, കരിപ്പൂരി ടാപ്പൂർ വിവാഹം, സ്വതന്ത്ര പാർട്ടി, ഭാരതീയ ക്രാന്തിദൾ പാർട്ടി, ഉൾക്കൽ കോൺഗ്രസ്, കിസാൻ മസ്ദൂർ പാർട്ടി, രാഷ്ട്രീയ ലോകതാന്ത്രിക് ദളം, പഞ്ചാബ് ഗേദ്ബർ ജമീന്ദർ പാർട്ടി. ഇത്രയും പാർട്ടികൾ കൊണ്ടാണ് 74-ൽ പിന്നെ ചരൺ സിംഗിന്റെ നേതൃത്വത്തിൽ ചേർന്നത്. ഈ പാർട്ടികളോടൊപ്പം ചേർന്ന പാർട്ടിയാണ് ജനസംഘം. അത് ചേരുന്ന ജനതാ പാർട്ടി ആവുന്നത് 1977 ജനുവരി 1. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1977 മാർച്ച് മാസം കൂത്തുപറമ്പിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും, അതുപോലെ തന്നെ തലശ്ശേരിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, ഉദുമയിൽ പിന്നെ നമ്മുടെ KG മാരാർ മത്സരിക്കുന്നത്, ഇതെല്ലാം ആ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ ജനസംഘം എന്ന് പറയുന്ന പാർട്ടി ജനതാ പാർട്ടിയുമായി അലയൻസായെങ്കിലും ലയിച്ചുവെങ്കിലും 3 മാസത്തെ കാലയളവേ ഉള്ളൂ. ആ 3 മാസം കൊണ്ട് കേരളത്തിൽ ഇതിൻ്റെ സമ്പൂർണ്ണമായി കാര്യങ്ങളും പ്രവർത്തകരൊന്നും അങ്ങോട്ട് ലയിച്ച് വന്നില്ല. ആ സമയത്ത് വന്ന തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി RSSകാർ വോട്ട് ചെയ്തു CPMന്. അവരുടെ ബൂത്ത് ഏജന്റുമാരായിട്ടിരുന്നു, പ്രവർത്തകരായിട്ടിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു, ഒന്നിച്ചവർ ഇലക്ഷൻ പ്രവർത്തനം നടത്തി. പിന്നെ ഹിന്ദു ഐക്യവേദിയുടെ ശശികല ടീച്ചർ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്കിൽ. ഇതൊക്കെ കാണണം, ഇതെല്ലാം ചരിത്രത്തിലുള്ളതാണ്. അവരുടെ അച്ഛൻ പിതാവിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ മടിച്ച്, പിണറായി വിജയൻ വോട്ട് ചെയ്യാൻ മടിച്ച്, എല്ലാവർക്കും വോട്ട് ചെയ്ത് വോട്ട് അസാധുവാക്കിയ കാര്യം പറയുന്നുണ്ട്. അന്നും RSSന്റെ വോട്ട് കടുകട്ടി ഹിന്ദുവിൻ്റെ രക്തം, ഹിന്ദുത്വവാദം മനസ്സിൽ കിടന്ന RSSകാർ വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അത് അല്ലെങ്കിൽ 4000 വോട്ട് പോരല്ലോ, കൂടുതൽ വോട്ട് ആവശ്യമുണ്ടല്ലോ. 700 വോട്ടിന് ജയിച്ച പിണറായി വിജയൻ പിന്നെ 4000 വോട്ടിന് ജയിച്ചാൽ പോരല്ലോ, കൂടുതൽ വോട്ടിന് ജയിക്കണമല്ലോ. പക്ഷേ ജനസംഘത്തിൻ്റെ 3 മാസത്തെ കാലയളവ് കൊണ്ടുള്ള, ബാലാരിഷ്ടത പോലും മാറാത്ത കാലയളവ് കൊണ്ടുള്ള ഒരു സംവിധാനമാണ് അവിടെ നടന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പിണറായി വിജയൻ, അങ്ങ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. അങ്ങ് സംസാരിക്കുമ്പോൾ ഇത് വളരെ കൃത്യമായി പറഞ്ഞില്ലെങ്കിലുള്ള കുഴപ്പം, ചരിത്ര വിദ്യാർത്ഥികൾ ഇത് ചികഞ്ഞെടുത്തുകൊണ്ട് വന്ന് അവരെല്ലാം നോക്കുമ്പോൾ ചരിത്രത്തിൽ ഇങ്ങനെ കിടക്കുന്നു. ഒരു പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അങ്ങനെ നിൽക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്കിത് പറയാൻ കഴിയുന്നില്ല? നിങ്ങൾ പറയേണ്ടത് എന്താണ്? പിണറായി വിജയനായാലും MA ബേബി ആയാലും ഗോവിന്ദനായാലും സ്വരാജ് ആയാലും ഇടതുപക്ഷ പാർട്ടികൾ എല്ലാവരും പറയേണ്ടത്, കോൺഗ്രസ് ആയാലും എല്ലാവരും പറയേണ്ടത് എന്താ? അത് ആ കാലഘട്ടത്തിലെ സാഹചര്യത്തിനനുസരിച്ചുള്ള ഒത്തുതീർപ്പുകളും
ഘടകകക്ഷിയാക്കലും ഒക്കെ നടന്നു കാണും. പക്ഷെ അതില്ല, ഇപ്പോൾ ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല, ഇപ്പം ഞങ്ങൾ RSSുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയാൻ കഴിയണം. അല്ലെങ്കിൽ 77 വരെ ഉണ്ടായിരുന്ന ബന്ധം ഞങ്ങൾ 77-ൽ വിച്ഛേദിച്ചു എന്ന് പറയണം. കാരണം 77-ന് മുമ്പ് 77-ൽ ഉണ്ടായിരുന്ന ബന്ധം ഇപ്പോൾ എന്തായാലും പുനഃസ്ഥാപിക്കാൻ കഴിയില്ലല്ലോ, അല്ലെങ്കിൽ അതിനെ മുറിച്ചു കളയാൻ ഇപ്പോൾ കഴിയില്ലല്ലോ. അപ്പോൾ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ശരിയായിട്ട് നിൽക്കട്ടെ, ചരിത്രമായി നിൽക്കട്ടെ, ആർക്കൈവിലുള്ളത് ആർക്കൈവിൽ നിൽക്കട്ടെ. എന്തിനാണ് അതിൽ നമുക്ക് വെള്ളം ചേർക്കുന്നത്? സത്യസന്ധമായ രാഷ്ട്രീയം പറയുമ്പോഴല്ലേ ജനങ്ങൾക്ക് കൂടുതൽ ഇത് പറ്റുന്നത്. അത് അന്ന് തെറ്റായിരുന്നില്ല. ഇന്ദിരാഗാന്ധിയെ എതിർക്കാൻ വേണ്ടി, അടിയന്തരാവസ്ഥ എതിർക്കാൻ വേണ്ടി ഒരു കോമൺ പ്ലാറ്റ്ഫോം വന്നപ്പോൾ ഞങ്ങളും കൂടി RSSും ഞങ്ങളും കൈകോർത്തു, അന്തസ്സായി പറയണ്ടേ. എന്നിട്ടിപ്പോൾ ഞങ്ങൾ, എന്നാൽ അതിനുശേഷം സ്വാതന്ത്ര്യം, ഇന്ദിരാഗാന്ധി പോയി, ജനതാ പാർട്ടി വന്നു, മുന്നണികൾ മാറി, ഒരുപാട് ഘടകകക്ഷികളൊക്കെ വന്നു, ഐക്യജനാധിപത്യ മുന്നണി വന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നു. ഇപ്പോൾ ഞങ്ങളിത് RSSുമായി യാതൊരു ബന്ധം പരസ്യമായിട്ടില്ല എന്ന് പറയാനുള്ള ഊർജവും ആർജവും കാണിക്കുമ്പോഴാണ് ജനാധിപത്യം സാർത്ഥകമാകുന്നത്, ജനങ്ങൾക്ക് സന്തോഷം വരുന്നത്. ശരിയാണ്, അന്ന് അങ്ങനെ ചെയ്തെങ്കിലും ഇന്നിപ്പോൾ CPM അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. ഇത് കിടന്ന് ഉരുണ്ട് ഒരു തെറ്റാണെന്ന് ആരെങ്കിലും പണ്ടുള്ള ഒരു കാര്യം തെറ്റാണെന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അതിൻ്റെ കിടത്ത് ഉരുണ്ട് മറിഞ്ഞ് തെറ്റിനെ ശരിയാക്കാൻ ശ്രമിച്ച് ഒരുപാട് തെറ്റുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. ഇതൊരു മോശം കാഴ്ചയാണ്. ഇത് നമുക്ക് ജനാധിപത്യത്തിൽ ഒഴിവാക്കാം. രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ സംസ്കരിക്കപ്പെട്ടുകൊണ്ട് ശുദ്ധിയിലേക്ക് പോകട്ടെ.